Okay, in our last class, we are discussing the portion an amazing machine. അല്ലേ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് an amazing machine എന്ന് പറഞ്ഞ പോർഷൻ ആണല്ലേ. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Can you hear me? കേൾക്കാൻ പറ്റുന്നില്ലേ? Okay, okay. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് പറയാം അല്ലേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ക്ലിയർ ചെയ്യാം. ജസ്റ്റ് നമുക്കത് ഒന്ന് പറഞ്ഞു പോവാം. Okay, an amazing machine. Our body is an amazing machine. ഇവിടെ amazing machine എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബോഡീനെയാണ്. Our body is an amazing machine. ശരിയാണ് അല്ലേ? നമ്മുടെ ബോഡി എന്താണ്? വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരു മെഷീൻ ആണ് അല്ലേ? Read some lesser known facts about it. Lesser known fact. Lesser known എന്ന് വെച്ചാൽ എന്താണ്? അധികം നമുക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങളാണ് അല്ലേ? നമുക്ക് അധികം അറിയാത്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാമെന്നാണ് പറയുന്നത്. Our body is an amazing machine. We read some lesser known facts about it. നമ്മുടെ ബോഡിനെ കുറിച്ച് നമുക്ക് അധികം അറിയാത്ത കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. First point. The heart beats more than 200 crore times during our lifetime. അല്ലേ? എന്താണ് നമ്മുടെ ഹേർട്ട് ബീറ്റ് 200 കോടിയിലധികം തവണ നമ്മുടെ ജീവിതകാലത്തിൽ മിടിക്കുമെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഹേർട്ട് ബീറ്റ് നമ്മൾ ജനിച്ച് മരിക്കുന്നത് വരെയുള്ള നമ്മുടെ കാലയളവിൽ 200 കോടിയിലധികം തവണയെങ്കിലും അത് ബീറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, our heart beats more than 200 crore times. 200 കോടിയിലധികം തവണ എന്താണ് മിടിക്കാറുണ്ട് ഡ്യൂറിങ് അവർ ലൈഫ് ടൈം, നമ്മുടെ ലൈഫ് ടൈമിൽ എന്നാണ് പറയുന്നത്. ഇറ്റ്സ് ക്ലിയർ? എന്തെങ്കിലും ഡൗട്ട് അതിൽ മനസ്സിലാകാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ദെൻ നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. നെക്സ്റ്റ് പോർഷൻ കൂടെ നമുക്കിപ്പോ കവർ ചെയ്യണം. ഓക്കെ, എവറി ഡ്രോപ്പ് ഓഫ് ബ്ലഡ് ഗോസ് അറൌണ്ട് ദ ബോഡി മോർ ദാൻ 1000 times in a day. Every drop of blood goes. ഓരോ തുള്ളി ബ്ലഡും നമ്മുടെ എൻ്റയർ ബോഡിയിലെ കൂടി 1000 തവണയെങ്കിലും മൂവ് ചെയ്യുന്നുണ്ട്. എ ഡേ, ഒരു ദിവസം. നമ്മുടെ ലൈഫ് ടൈമിലല്ല, ഒരു ദിവസമാണ് പറയുന്നത്. ഒരു ദിവസം നമ്മുടെ ബോഡിയിലെ കൂടി ഓരോ തുള്ളി ബ്ലഡും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 1000 തവണയിലധികം റൗണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ the brain sends messages to the different parts of the body at over 400 km/h. നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബോഡിക്ക് 400 കിലോമീറ്ററിലധികം ദൂരം എന്ത് ചെയ്യുന്നുണ്ട്? മണിക്കൂറിൽ മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട്. ഒരു മണിക്കൂറിൽ 400 കിലോമീറ്ററിലധികം എന്താണ് നമ്മുടെ തലച്ചോറ് നമ്മുടെ ബോഡിക്ക് മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ? 400 കിലോമീറ്ററിലധികം പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബോഡിയിലെ കൂടി നമ്മുടെ തലച്ചോറ് ഓരോരോ മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ബോഡി എന്ത് ചെയ്യണം എന്നുള്ള മെസ്സേജ് നമുക്ക് തരുന്നത് ആരാണ്? നമ്മുടെ ബ്രെയിൻ ആണ്. അപ്പൊ ആ ബ്രെയിൻ 400 കിലോമീറ്ററിലധികം തവണ എന്ത് ചെയ്യുന്നുണ്ട്? മെസ്സേജസ് പാസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് റോസ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളെ? ക്യാൻ യു ഹിയർ മീ? എന്താണ്? ഓക്കെ ഓക്കെ. Then an adult has 206 bones. ഒരു അഡൽറ്റിന് എന്തുണ്ട്? 206 ബോൺസ് ഉണ്ട്. അതായത് 206 ബോൺസ് ഒരു അഡൽറ്റിനുണ്ട്. അഡൽറ്റ് എന്ന് വെച്ചാൽ മുതിർന്ന ആള് അല്ലെ, പ്രായപൂർത്തിയായി മുതിർന്ന ഒരു വ്യക്തിക്ക് എന്തുണ്ടാവും? 206 ബോൺസ് ഉണ്ടാവും. 206 എല്ലുകള് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. ആർക്ക്? ഒരു അഡൽറ്റിന്. പക്ഷേ a newborn baby however has 330 bones. ഒരു ചെറിയ കുട്ടിക്ക് അല്ലെ, ഒരു നവജാത ശിശുവിന്, ഒരു ന്യൂബോൺ ബേബിക്ക് എന്തുണ്ട്? 330 ബോൺസും ഉണ്ട്. അതായത് ഒരു അഡൽറ്റിന് 206 ബോൺസ് ആണുള്ളത്. പക്ഷെ ജനിച്ച ഉടനെയുള്ള ഒരു ന്യൂബോൺ ബേബിക്ക് എന്താണ്? 330 എന്തുണ്ട്? 330 ബോൺസ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ചൈൽഡ് ഗ്രോസ് സം ബോൺസ് ജോയിൻ ടുഗദർ. ഒരു കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? വളരുമ്പോൾ ചില ബോൺസ് ജോയിന്റ് ആവുന്നുണ്ട് അല്ലേ. അപ്പൊ എല്ലുകളുടെ എണ്ണം കുറയും അല്ലേ. 2 എണ്ണം കൂടിച്ചേർന്ന് ഒന്നാവുമ്പോ എന്താണ്? എണ്ണം കുറയും അല്ലേ. അങ്ങനെയാണ് അഡൽറ്റിന് 206ഉം ന്യൂ ബോണിന് 330 ബോൺസ് ആണ് ഉള്ളത്. അതൊക്കെ എന്ത് ചെയ്യണം? പോയിന്റ് ചെയ്യുക അല്ലേ. അഡൽറ്റിന് എന്താണ്? 206 ബോൺസ് ആണുള്ളത്. അതൊക്കെ ഒരുപാട് കോമ്പറ്റീഷൻ എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. ഓക്കെ, 206 ബോൺസ് അഡൽറ്റിനുണ്ട്, 330 ബോൺസ് ന്യൂ ബോൺ ബേബിക്കും ഉണ്ട്. ക്ലിയർ? Then
The tongue is the only muscle in the body which is attached at one end only. ഒരറ്റത്ത് മാത്രം ഘടിപ്പിച്ചിട്ടുള്ള അല്ലെ, ഒരു എൻഡ് മാത്രം അറ്റാച്ച് ചെയ്തിട്ടുള്ള അല്ലെ. നമ്മുടെ നാവിന്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മുടെ വായന്റെ അകത്ത് ഫിറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെ. മറ്റേത് എന്താണ്, പുറത്തുണ്ടല്ലേ, പുറത്തേക്ക് എന്താണ്, അത് എവിടെയും ഘടിപ്പിച്ചിട്ടില്ല അല്ലെ. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ടങ് ഇങ്ങനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടി പറ്റുന്നത് അല്ലെ. രണ്ടറ്റത്തും നമ്മുടെ ടങ് യോജിപ്പിച്ചാൽ എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, മൂവ് ചെയ്യിക്കാൻ വേണ്ടി പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ ഒരു അറ്റത്ത് മാത്രം ഘടിപ്പിച്ചിട്ടുള്ള നമ്മുടെ ഒരേ ഒരു അവയവം നമ്മുടെ നാവാണ് അല്ലെ. ഓക്കെ, ദ ടങ് ഈസ് ദ ഓൺലി മസിൽ ഇൻ ദ ബോഡി വിച്ച് ഈസ് അറ്റാച്ച്ഡ് അറ്റ് വൺ എൻഡ് ഓൺലി. മനസ്സിലാകുന്നില്ലേ എല്ലാവർക്കും? എന്തെങ്കിലും മനസ്സിലാകാത്ത ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടില്ല, ഏതെങ്കിലും എന്താണ്, the tongue is the only muscle in the body which is attached at one end only. ഒരറ്റത്ത് മാത്രം അറ്റാച്ച് ചെയ്തിട്ടുള്ള നമ്മുടെ ഒരേ ഒരു അവയവം നമ്മുടെ നാവാണ്. Then fingernails grows about 2 millimeters in 1 month. നഖം എന്താണ്, ഒരു മാസം 2 മില്ലിമീറ്റർ മാത്രമേ വളരൂ. ഒരു മാസത്തിൽ ഒരു നഖം 2 മില്ലിമീറ്റർ മാത്രമാണ് വളരുക. The nail of our middle finger grows the fastest. നമ്മുടെ മിഡിൽ ഫിംഗറിന്റെ നഖമാണ് ഏറ്റവും പെട്ടെന്ന് വളരുക. The nail of the thumb grows the slowest. അതായത് ഒരു മാസം തന്നെ 2 മില്ലിമീറ്റർ മാത്രമാണ് നഖം വളരുക. അതിൽ തന്നെ ഏറ്റവും പതുക്കെ വളരുന്നത് നമ്മുടെ തമ്പിന്റെ നൈലാണ്. കുറച്ചുകൂടെ പെട്ടെന്ന് എന്താണ്, മിഡിൽ ഫിംഗറിന്റെ നൈലും വളരും. ഓക്കെ, then an adult produces about 1.5 liters, അതായത് 1.5 ലിറ്റർ അല്ലേ, 1.5 liters ഓഫ് സലൈവ എവറി ഡേ. അതായത് ഒരു അഡൽട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ദിവസവും 1.5 ലിറ്ററോളം സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സലൈവ എന്ന് വെച്ചാല് ഉമിനീരാണ്, നമ്മുടെ വായ്ക്കകത്തുള്ള ഉമിനീരിനെയാണ് സലൈവ എന്ന് പറയാ. അപ്പൊ എന്താണ്, ഒരു അഡൽറ്റ് ഒരു ദിവസം 1.5 ലിറ്റർ സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു എന്താണ്, ഫാക്റ്റ് ആണ് അല്ലേ. ഒരു ദിവസം 1.5 ലിറ്ററോളം സലൈവയാണ് നമ്മുടെ ഒരു അഡൽറ്റ്, അതായത് ഒരു പ്രായപൂർത്തിയായ ഒരാള് 1.5 ലിറ്റർ സലൈവ ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യും. Then we grow by about 8 millimeter during the night. രാത്രിയിൽ നമ്മൾ എന്താണ് 8 മില്ലിമീറ്റർ വളരാറുണ്ട്. രാവിലെ ആകുമ്പോഴേക്കും ഷ്രിങ്ക് ചെയ്യാറുണ്ട് അല്ലെ, അത് ചുരുങ്ങിയിട്ട് നമ്മുടെ ഫോർമൽ ഹൈറ്റിലേക്ക് മാറാറുണ്ട്. ഓക്കെ, രാത്രി ഉറങ്ങുമ്പോൾ നമ്മൾ 8 മില്ലിമീറ്റർ വളരും. രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും എന്താണ്, അത് ചുരുങ്ങിയിട്ട് സാധാരണ ഗതിയിലേക്ക് മാറും. ഓക്കെ, ക്ലിയർ? ശ്രീദേവ് ക്ലിയർ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മോനെ? ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ നമുക്കത് ക്ലോസ് ചെയ്യാമല്ലേ ആ പോർഷൻ? നന്നായിട്ട് വായിച്ചു നോക്കണം കേട്ടോ, നന്നായിട്ട് വായിച്ചു നോക്കണം. അതൊക്കെ എക്സാമിന് നല്ല എന്താണ്, നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടാനുള്ള ഒരു പോർഷൻ ആണത്. നല്ല നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടാൻ പറ്റുന്ന പോർഷൻ ആണ്. അപ്പൊ അതിന്റെ ഫാക്റ്റ് ഒക്കെ ഒന്ന് വായിക്കുക, നന്നായിട്ടൊന്ന് പഠിക്കുക. ഓക്കെ, ഇനി ആർക്കും അത് പറയണ്ടല്ലോ, ഒന്നുകൂടെ പറയണോ? അത് വേണ്ടല്ലോ, ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ, then our next portion, page number 233 ആണോ നിങ്ങളുടെ ബുക്കിൽ? 233. Okay, then Hall of Fame. The portion name is Hall of Fame. What do you mean by Hall of Fame? Do you know the meaning of Hall of Fame? Hall of Fame എന്ന് വെച്ചാൽ എന്താണ്, അറിയാമോ ആർക്കെങ്കിലും? Hall of Fame. Fame എന്ന് വെച്ചാൽ എന്താണ്? Fame. You know fame? Famous. Fame കേട്ടിട്ടില്ലേ നിങ്ങൾ? ഐഡിയ, സ്റ്റാർ സിംഗർ, ഫെയിം അല്ലേ? എന്താണ് അങ്ങനെ ഒരുപാട് എന്താണ് ഫെയിം അല്ലേ? എന്താണ് ശ്രീദേവ് ഫെയിം? ഫേമസ് ആയിട്ടുള്ള അല്ലേ? എന്താണ് ശ്രീദേവ്? അറിയപ്പെടുന്ന. അറിയപ്പെടുന്ന. ഗുഡ്, അറിയപ്പെടുന്ന അല്ലേ? അതായത് അറിയപ്പെടുന്ന, ഫെയിം, ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ജസ്റ്റ് ഫെയിം എന്ന് പറയാ. ഹാൾ ഓഫ് ഫെയിം, ദാറ്റ് ഈസ് the category of those have excelled in a particular activity of field അല്ലേ? അതായത് the category of those people, ആ ആൾക്കാരുടെ വിഭാഗമാണ് excelled in a particular activity of field. ഒരു പ്രത്യേക ഫീൽഡിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ആൾക്കാരുടെ വിഭാഗത്തിനെയാണ് ഹാൾ ഓഫ് ഫെയിം എന്ന് പറയാ. അതായത് ഏതെങ്കിലും ഒരു മേഖലയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ആൾക്കാർ, the category of those people
who have excelled in a particular activity of field. ഒരു പ്രത്യേക വിഭാഗത്തിൽ എന്ത് ചെയ്തിട്ടുള്ള ആൾക്കാർ, കഴിവ് തെളിയിച്ചിട്ടുള്ള ആൾക്കാരിനെയാണ് ഹാൾ ഓഫ് ഫെയിം എന്ന് പറയാം. ഹാൾ ഓഫ് ഫെയിം എന്നുള്ള വാക്കിന്റെ യഥാർത്ഥ മീനിങ് എന്ന് വെച്ചാൽ വിഖ്യാതമായ സദസ്സ് എന്നൊക്കെ പറയില്ലേ, ഭയങ്കര എന്താണ് ഫേമസ് ആയിട്ടുള്ള ഒരു സദസ്സ്, വിഖ്യാത സദസ്സ് എന്നുള്ള മീനിങ് ആണ് ഹാൾ ഓഫ് ഫെയിമിന് പറയാ. ഹാൾ ഓഫ് ഫെയിം, ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു കാറ്റഗറി. ഓക്കെ, ക്ലിയർ? ഹാൾ ഓഫ് ഫെയിം, ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ കാറ്റഗറിനെയാണ് ഹാൾ ഓഫ് ഫെയിം എന്ന് പറയാ. ഡിഫറെന്റ് ഫീൽഡിൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ. ക്ലിയർ? Is it clear? ഹാൾ ഓഫ് ഫെയിം എന്നുള്ളതിന്റെ മീനിങ് വേണമെങ്കിൽ വിഖ്യാതമായ സദസ്സ് എന്ന് നിങ്ങൾക്ക് എഴുതി വെക്കാം. ഹാൾ ഓഫ് ഫെയിം വിഖ്യാതമായ സദസ്സാണ്. The category of people, those who have excelled in a particular activity of field. ഒരു പ്രത്യേക ഫീൽഡിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ആൾക്കാർ. Okay, listen. Read about some famous people and their contributions. Read about some famous people and their contribution. വായിക്കുക ആരെ കുറിച്ച്? About some famous people. ഫേമസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ കുറിച്ചും അവരുടെ സംഭാവനകളെ കുറിച്ചും വായിക്കുക. കോൺട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? അവരുടെ സംഭാവനകൾ അല്ലേ. കോൺട്രിബ്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ സംഭാവന ചെയ്യാന്ന്. അവർ നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ള അവരുടെ കുറച്ച് ഇൻവെൻഷൻസിനെയാണ് അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ read about some famous people and their contribution. കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ചും അവരുടെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചും പഠിക്കുക, വായിക്കുക. ഓക്കെ, ഫസ്റ്റ് ഞാനൊന്ന് വായിക്കാം. ഫസ്റ്റ് പിക്ചർ അവിടെ ഉണ്ട്. Who is that? That is Thomas Alva Edison. എഡിസൺ അല്ലേ? Do you heard about Edison? എഡിസൺ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. Full name is Thomas Alva Edison. Thomas Alva Edison is an American inventor. He is from America. അമേരിക്കയിലുള്ള ഒരു ഇൻവെന്റർ ആണ്. ഇൻവെന്റർ മീൻസ് എന്താണ്? കണ്ടുപിടുത്തമൊക്കെ നടത്തിയ ആളല്ലേ. ഇൻവെന്റർ ആൻഡ് ഇൻവെൻഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ഇൻവെന്ററും ഇൻവെൻഷൻസും. അപ്പോൾ ആരാണ്? തോമസ് ആൽവ എഡിസൺ ഈസ് ആൻ അമേരിക്കൻ ഇൻവെന്റർ. ഇവിടെ അദ്ദേഹത്തിനെ കുറിച്ച് കുറച്ച് എന്താണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടല്ലേ, ഒരു 2-3 സെന്റൻസ്. ഓക്കെ, ലിസൺ. തോമസ് ആൽവ എഡിസൺ invented over 1,000 things. His most famous inventions were the gramophone, also called the record player, and the electric light bulb. അതായത് എന്താണ്? Listen. Thomas Alva Edison invented over 1,000 things. എന്ന് വെച്ചാൽ എന്താണ്? മോനെ സൂര്യദേവേ? തോമസ് ആൽവ എഡിസൺ ഇൻവെന്റഡ് ഓവർ 1,000 തിങ്സ് എന്ന് വെച്ചാൽ എന്താണ് മോനെ മീനിങ്? എന്താണ് മോനെ? I can't hear you. Invented. Okay, no problem. Listen. 1,000 things invent ചെയ്തിട്ടുണ്ട് നമുക്ക് മനസ്സിലായി അല്ലേ? അതായത് തോമസ് ആൽവ എഡിസൺ 1000-ത്തിനോടടുത്ത് കാര്യങ്ങൾ നമുക്ക് വേണ്ടി ഇൻവെന്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, 1,000 തിങ്സ്. തോമസ് ആൽവ എഡിസൺ ഇൻവെന്റഡ് ഓവർ 1,000 തിങ്സ്. 1000-ന്റെ അടുത്ത് കാര്യങ്ങൾ അദ്ദേഹം ഇൻവെന്റ് ചെയ്തിട്ടുണ്ട്, കണ്ടുപിടിച്ചിട്ടുണ്ട്. ഹിസ് മോസ്റ്റ് ഫേമസ് ഇൻവെൻഷൻസ് were the gramophone. അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇൻവെൻഷൻ ആണ് ഗ്രാമഫോൺ. അപ്പൊ ഗ്രാമഫോൺ കണ്ടുപിടിച്ചത് ആരാണ്? ഹൂ ഈസ് ഫൗണ്ട് ഗ്രാമഫോൺ എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? തോമസ് ആൽവ എഡിസൺ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇൻവെൻഷൻ ആണ് ഗ്രാമഫോൺ. അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇൻവെൻഷൻ ആണ് ഗ്രാമഫോൺ. ഗ്രാമഫോണിനെയാണ് റെക്കോർഡ് പ്ലെയർ എന്നും പറയാറുണ്ട്. ചിലപ്പോൾ നിങ്ങൾ തോമസ് ആൽവ എഡിസന്റെ ഇൻവെൻഷൻസ് ഏതാണെന്ന് ചോദിച്ചാൽ അതിൽ ചിലപ്പോൾ ഗ്രാമഫോണിന് തന്നെ ഉണ്ടാവണം എന്നില്ല, റെക്കോർഡ് പ്ലെയറിനായിരിക്കാം ചിലപ്പോൾ ഉണ്ടാവുക. റെക്കോർഡ് പ്ലെയർ ആണെങ്കിലും ഗ്രാമഫോൺ ആണെങ്കിലും സെയിം ആണ്, ബോത്ത് ആർ സെയിം, രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഗ്രാമഫോണിനെ എന്താണ്? റെക്കോർഡ് പ്ലെയർ എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ തോമസ് ആൽവ എഡിസൺ, ലിസൺ, നന്നായിട്ട് ശ്രദ്ധിക്കാം. സെറ, വാട്ട് ആർ യു ലുക്കിംഗ് ദെയർ? സെറ, ലിസൺ. ഓക്കെ, തോമസ് ആൽവ എഡിസൺ ഇൻവെന്റഡ് ഓവർ 1,000 തിങ്സ്. 1000-ന്റെ അടുത്ത് കാര്യങ്ങൾ അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ട്. അത്രയും കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ആളാണ് തോമസ് ആൽവ എഡിസൺ. അപ്പൊ അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഹിസ് മോസ്റ്റ് ഫേമസ് ഇൻവെൻഷൻ ഈസ് ഗ്രാമഫോൺ. അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇൻവെൻഷൻ ആണ് ഗ്രാമഫോൺ.
ഗ്രാമഫോൺ ഇൻവെന്റ് ചെയ്തത് തോമസ് ആൽവ എഡിസൺ ആണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇൻവെൻഷൻ ആണ് ഗ്രാമഫോൺ. അതിന് തന്നെയാണ് റെക്കോർഡ് പ്ലെയർ എന്നും ഗ്രാമഫോണിനെ പറയാറുണ്ട്. ഗ്രാമഫോണിനെ റെക്കോർഡ് പ്ലെയർ എന്നും വിളിക്കാറുണ്ട്. ആൻഡ് ദ ഇലക്ട്രിക് ലൈറ്റ് ബൾബ്, അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളാണ് ഗ്രാമഫോണും ഇലക്ട്രിക് ബൾബും അല്ലെ. നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ബൾബും കണ്ടുപിടിച്ചത് ആരാണ്? തോമസ് ആൽവ എഡിസൺ ആണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള എന്താണ് മോനെ ആദിദേവേ? എനി പ്രോബ്ലം? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ തോമസ് ആൽവ എഡിസൺ ആണ് എന്തൊക്കെ ചെയ്തിട്ടുള്ളത്? നമ്മുടെ റെക്കോർഡ് പ്ലെയറും ഇലക്ട്രിക് ബൾബും കണ്ടുപിടിച്ചത്. ഓക്കെ, ക്ലിയർ? അതിലൊന്നുമില്ല. തോമസ് ആൽവ എഡിസൺ 1000 തിങ്സ് ഇൻവെന്റ് ചെയ്തിട്ടുണ്ട്. 1000-ലധികം കാര്യങ്ങൾ അദ്ദേഹം ഇൻവെന്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇൻവെൻഷൻ ഗ്രാമഫോണും ഇലക്ട്രിക് ബൾബുമാണ്. ക്ലിയർ? ക്ലിയർ? ഗ്രാമഫോണും ഇലക്ട്രിക് ബൾബും കണ്ടുപിടിച്ചത് തോമസ് ആൽവ എഡിസൺ ആണ്. അദ്ദേഹം 1000-ലധികം കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതാണ് എന്താണ് തോമസ് ആൽവ എഡിസനെ കുറിച്ച് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം എവിടെയാണ്? അമേരിക്കയിലാണ്. ഹീസ് ആൻ അമേരിക്കൻ ഇൻവെന്റർ. ഹി ഈസ് ജസ്റ്റ് ബോൺ ഇൻ 1847. 1847 വേണമെങ്കിൽ അതിന്റെ സൈഡിൽ ചെറുതായിട്ട് പെൻസിൽ കൊണ്ട് നോട്ട് ചെയ്ത് വെക്കുക. 1847, 1847 അദ്ദേഹം ജനിച്ചത്. 1931 അദ്ദേഹം മരിക്കുകയും ചെയ്തു. 1931. ഓക്കെ, 1931 സൈഡിൽ നോട്ട് ചെയ്ത് വെക്കുമ്പോൾ ദേവപ്രിയ. 1847 അദ്ദേഹം ജനിച്ചു. 1931 മരിക്കുകയും ചെയ്തു. ഓക്കെ, ഹി ഈസ് ബോൺ ഓൺ 1847. 1847 അദ്ദേഹം ജനിച്ചത്. 1931 മരിച്ചു. 1931 അദ്ദേഹം മരിക്കുകയും ചെയ്തു. ഓക്കെ, ബോൺ ഓൺ 1847 ആൻഡ് ഡൈഡ് ഇൻ 1931. ക്ലിയർ? അപ്പോൾ ഗ്രാമഫോണും ഇലക്ട്രിക് ബൾബും കണ്ടുപിടിച്ചതാണ്. എക്സാമിന് ചോദിക്കാമല്ലേ? ഹു ഈസ് ഇൻവെന്റഡ് ഗ്രാമഫോൺ ആൻഡ് ഇലക്ട്രിക് ബൾബ്? ഹു ഈസ് ഇൻവെന്റഡ് റെക്കോർഡ് പ്ലേ? ചോദിക്കാം. റെക്കോർഡ് പ്ലെയർ എന്ന് ചോദിച്ചാലും ഗ്രാമഫോൺ തന്നെയാണ് അതിന്റെ മീനിങ്. റെക്കോർഡ് പ്ലെയറിനെ ആണ് ഗ്രാമഫോൺ കൂടെ പറയുന്നത്. ഓക്കെ, ഇതാണ് തോമസ് ആൽവ എഡിസന്റെ പിക്ചർ. നോക്കുക, ഫസ്റ്റ് വൺ ഇദ്ദേഹമാണ് തോമസ് ആൽവ എഡിസൺ. ഓക്കെ, അമേരിക്കൻ ഇൻവെന്റർ. ഹീസ് ആൻ അമേരിക്കൻ ഇൻവെന്റർ. ഹീസ് ഇൻവെന്റഡ് 1000 തിങ്സ് അല്ലേ, over 1000 things, and his famous inventions are gramophone and electric light bulb. Okay, clear? Then next, Louis Pasteur. The next one is Louis Pasteur. Do you heard about Louis Pasteur? Louis Pasteur ne kurichu ketittundo? No. Okay, കേൾക്കാൻ ടൈം ആയിട്ടില്ല അല്ലേ? നമ്മൾ എന്താണ് 4ാം ക്ലാസ്സിൽ എത്തിയതേ ഉള്ളൂ അല്ലേ? കേൾക്കാൻ ഇനി ഒരുപാട് അവസരങ്ങളുണ്ട്. ഓക്കെ, ലൂയിസ് പാസ്ചർ discovered that bacteria causes many diseases. What he discovered? He discovered that bacteria causes many diseases. What's the meaning of this sentence? എന്താണ് ഈ സെന്റൻസിന്റെ മീനിങ്? ആർക്കാണ് അറിയാം? ഓക്കെ, ശ്രീദേവേ ഒന്ന് പറയാൻ നോക്കിയ മോനെ എന്താണെന്ന്. ഓക്കെ ഓക്കെ, രോഗങ്ങൾക്ക് കാരണമായ ബാക്ടീരിയകളെ ഇല്ലാതാക്കി. എന്താണ് മോനെ? രോഗങ്ങൾക്ക് കാരണമായ ബാക്ടീരിയകളെ ഓക്കെ, അതായത് എന്താണെന്ന് വെച്ചാല് രോഗങ്ങൾക്ക് കാരണമായ ബാക്ടീരിയകളെ ഇല്ലാതാക്കി എന്നല്ല, അദ്ദേഹമാണ് ഡിസ്കവർ ചെയ്തത്. That he discovered that bacteria causes many diseases. Bacteria causes many diseases. അതായത് ബാക്ടീരിയകൾ പലതരത്തിലുള്ള രോഗങ്ങൾക്ക് കാരണമാകുമെന്ന് ഡിസ്കവർ ചെയ്തത് ആരാണ്? ലൂയിസ് പാസ്റ്റർ ആണ്. ഓക്കെ, ലൂയിസ് പാസ്റ്റർ discovered that bacteria causes many diseases. അതായത് ബാക്ടീരിയ പല രോഗങ്ങൾക്കും കാരണമാകുമെന്ന് കണ്ടുപിടിച്ചത് ആരാണ്? ലൂയിസ് പാസ്റ്റർ ആണ്. ഓക്കെ, നമുക്ക് ഒരുപാട് ടൈപ്സ് ഓഫ് ഡിസീസസ് ഉണ്ട് അല്ലേ? ബാക്ടീരിയ കോസസ്, വൈറസ് കോസസ് അല്ലേ? ബാക്ടീരിയയും വൈറസും ഒക്കെ പരത്തുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്. അതുപോലെ ഒരു രോഗമാണ് എന്താണ്, ഇപ്പോ വൈറസ് പരത്തുന്ന ഒരു രോഗമാണ് ഇപ്പോൾ ഉള്ള കോവിഡ് അല്ലേ? കൊറോണ വൈറസ്. ഇറ്റ്സ് വൈറസ്, നോട്ട് ബാക്ടീരിയ.
അതൊരു വൈറസ് ആണല്ലേ. അപ്പൊ അതുപോലെ വൈറസ് പരത്തുന്നതും ബാക്ടീരിയ പരത്തുന്നതുമായിട്ടുള്ള ഒരുപാട് അസുഖങ്ങളുണ്ട്. അപ്പോൾ ബാക്ടീരിയകൾ ഒരുപാട് രോഗങ്ങൾക്ക് കാരണമാകുമെന്ന് കണ്ടുപിടിച്ചത് ആരാണ്? ലൂയിസ് പാസ്റ്റർ ആണ്. കേട്ടോ മോനെ ശ്രീദേവ്? ഡിസ്കവേർഡ് ദാറ്റ് ബാക്ടീരിയ കോസസ്. ഡിസ്കവർ ചെയ്തു എന്ന് വെച്ചാൽ എന്താണ്? കണ്ടുപിടിക്കുക അല്ലെ. കണ്ടുപിടിച്ചു. അദ്ദേഹമാണ് അത് തിരിച്ചറിഞ്ഞത്, ഡിസ്കവർ ചെയ്തത്. വാട്ട് ഈസ് ദാറ്റ്? ദാറ്റ് ബാക്ടീരിയ കോസസ് മെനി ഡിസീസസ്. ബാക്ടീരിയകൾ ഒരുപാട് രോഗത്തിന് കാരണമാകുമെന്ന് കണ്ടുപിടിച്ചത് ആരാണ്? ലൂയിസ് പാസ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചോദിക്കാം അല്ലേ, ഹു ഈസ് ഡിസ്കവേർഡ് ദാറ്റ് ബാക്ടീരിയ കോസസ് മെനി ഡിസീസസ് അല്ലെ. ആരാണ് ബാക്ടീരിയകൾ പല രോഗത്തിന് കാരണമാകുമെന്ന് കണ്ടുപിടിച്ചത്? ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ ഇത്. ഹു ഈസ് ഡിസ്കവേർഡ് ദാറ്റ് ബാക്ടീരിയ കോസസ് മെനി ഡിസീസസ്. ഓക്കെ, എന്താണ് ആൻസർ? ലൂയിസ് പാസ്റ്റർ അല്ലെ. ലൂയിസ് പാസ്റ്റർ ആണ് ഒരുപാട് രോഗത്തിന് കാരണമാകുമെന്ന് കണ്ടുപിടിച്ചത് ലൂയിസ് പാസ്റ്റർ ആണ്. He developed a process called pasteurization. Pasteurization എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എന്താണ് അദ്ദേഹം ഡെവലപ്പ് ചെയ്തു? ടു കിൽ ഹാർംഫുൾ ബാക്ടീരിയ. അതായത് പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള വാട്ട് ഈസ് പാസ്ചറൈസേഷൻ എന്ന് ചോദിക്കാം. അനദർ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് പാസ്ചറൈസേഷൻ? പാസ്ചറൈസേഷൻ ഈസ് ദ പ്രോസസ് ടു കിൽ ഹാർംഫുൾ ബാക്ടീരിയ. ഹാർംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയകളെ കൊല്ലുന്ന ഒരു പ്രോസസ്സ്. അതായത് നമ്മുടെ ഒരുപാട് രോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കുക എന്നുള്ള ഒരു പ്രോസസ്സ്, ഒരു പ്രക്രിയ അദ്ദേഹം നടത്തി. അതിനെയാണ് പാസ്ചറൈസേഷൻ എന്ന് പറയാം. പാസ്ചറൈസേഷൻ. ലൂയിസ് പാസ്റ്റർ അല്ലെ. പാസ്റ്റർ ആണത് ചെയ്തത്. അതുകൊണ്ട് തന്നെ പാസ്ചറൈസേഷൻ എന്നാണ് അതിന് അറിയപ്പെടുന്നത്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായില്ലല്ലോ? ആയോ? ഓക്കെ, ഒന്നുകൂടെ പറയാം. ലൂയിസ് പാസ്റ്റർ എന്ന് പറയുന്ന ഒരു ഇൻവെന്റർ അല്ലെങ്കിൽ ഒരു സയന്റിസ്റ്റ്. അദ്ദേഹം കണ്ടുപിടിച്ചത് എന്താണ്? ബാക്ടീരിയ കോസസ് മെനി ഡിസീസസ്. ബാക്ടീരിയ ആണ് ഒരുപാട് രോഗങ്ങൾ പരത്തുന്നത് എന്ന് കണ്ടുപിടിച്ചു അദ്ദേഹം, ലൂയിസ് പാസ്റ്റർ. പിന്നെ ബാക്ടീരിയകളെ കൊല്ലാൻ വേണ്ടി ഒരു പ്രവർത്തനം അദ്ദേഹം നടത്തി. പ്രോസസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു പ്രക്രിയ, ഒരു പ്രവർത്തനം അദ്ദേഹം നടത്തി. അതിന്റെ പേരാണ് പാസ്ചറൈസേഷൻ. ഓക്കെ, അദ്ദേഹം നടത്തിയ ആ പ്രോസസ്സിന്റെ പേരാണ് പാസ്ചറൈസേഷൻ. എന്തിനെ? ഹാർംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയകൾ, നമുക്ക് ദ്രോഹം ചെയ്യുന്ന ബാക്ടീരിയകളെ കൊല്ലാൻ വേണ്ടി അദ്ദേഹം കണ്ടുപിടിച്ച ഒരു പ്രോസസ്സാണ് പാസ്ചറൈസേഷൻ. ക്ലിയർ? ഇത് രണ്ടും ക്ലിയർ ആണോ? ലൂയിസ് പാസ്റ്റർ ആണ് ബാക്ടീരിയകൾ രോഗം പരത്തുന്നു എന്ന് കണ്ടെത്തിയത്. ബാക്ടീരിയകളെ കൊല്ലാൻ വേണ്ടി പാസ്ചറൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടത്തിയതും അദ്ദേഹമാണ്. ഓക്കെ, ക്ലിയർ? ആൻഡ് ദെൻ തേർഡ് പോയിന്റ്, he also developed a vaccine to prevent and treat rabies. റാബീസിനെ തടയാനും ചികിത്സിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു വാക്സിൻ കണ്ടുപിടിച്ചതും ലൂയിസ് പാസ്റ്റർ ആണ്. അപ്പോ എന്താണ് റാബീസ്? heard about rabies? അറിയാമോ? ഇറ്റ്സ് എ ഡിസീസ്. റാബീസ് എന്താണ്? ഒരു അസുഖമാണ്. എങ്ങനെ ഉണ്ടാകുന്ന അസുഖം? അതായത് പേവിഷബാധ ഇല്ലേ? പേവിഷബാധ. അതായത് നമ്മള് പട്ടിയൊക്കെ കടിച്ചാൽ എന്താണ്? അതിന്റെ പേ കൊണ്ട് നമുക്ക് എന്താണ്? പേവിഷം കൊണ്ട് നമുക്ക് എന്താണ്? അസുഖം ഉണ്ടാവും അല്ലേ? അപ്പോൾ അതിനെ പ്രിവെന്റ് ചെയ്യാനും എന്താണ്? ഇല്ലാതാക്കാനും വേണ്ടിയിട്ട് ഒരു വാക്സിനും അദ്ദേഹം കണ്ടുപിടിച്ചു. ലൂയിസ് പാസ്റ്റർ ആണ്. അപ്പോൾ ഹിയർ ഈസ് അനദർ ക്വസ്റ്റ്യൻ. ഹു ഈസ് ഡെവലപ്ഡ് ദ വാക്സിൻ ടു പ്രിവെന്റ് ആൻഡ് ട്രീറ്റ് റാബീസ്? റാബീസിന് മരുന്ന് കണ്ടുപിടിച്ചത് ആരാണ് എന്ന് ചോദിക്കാം അല്ലേ? ലൂയിസ് പാസ്റ്റർ. അപ്പോൾ ശ്രദ്ധിക്കുക, ലൂയിസ് പാസ്റ്റർ എന്ന് പറയുന്ന അദ്ദേഹമാണ് ബാക്ടീരിയകൾ, ലിസൺ എല്ലാവരും ശ്രദ്ധിക്കണം, ലൂയിസ് പാസ്റ്റർ ആണ് ബാക്ടീരിയ ഒരുപാട് രോഗത്തിന് കാരണമാകുമെന്ന് കണ്ടുപിടിച്ചത്. ആ ബാക്ടീരിയ കൊല്ലാൻ വേണ്ടി പാസ്ചറൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അദ്ദേഹം നടത്തി. പിന്നെ പേവിഷബാധേനെ തടഞ്ഞു നിർത്താൻ, പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഒരു വാക്സിനും കൂടെ ലൂയിസ് പാസ്റ്റർ കണ്ടുപിടിച്ചു. ഓക്കെ, ലൂയിസ് പാസ്റ്റർ ജനിച്ചത് എപ്പോഴാണെന്ന് വെച്ചാൽ 1822. 1822. ഓക്കെ, ആൻഡ് ഡൈഡ് ഇൻ 1895. 22 അദ്ദേഹം ജനിക്കുകയും 95 അദ്ദേഹം മരിക്കുകയും ചെയ്തു. 1822 and 1895. Okay, born on 1822 and died in 1895. Clear? എഴുതിയോ? ഓക്കെ, അപ്പോൾ എന്താണ്? ലൂയിസ് പാസ്റ്റർ ആണ് ബാക്ടീരിയകൾ
രോഗങ്ങൾക്ക് കാരണമാകുമെന്ന് കണ്ടുപിടിച്ചത്. ബാക്ടീരിയയെ കൊല്ലാൻ വേണ്ടി പാസ്ചറൈസേഷൻ നടത്തിയത് ആരാണ്? ലൂയിസ് പാസ്റ്റർ ആണ്. പേവിഷബാധയ്ക്ക് മരുന്ന് കണ്ടുപിടിച്ചതും ലൂയിസ് പാസ്റ്റർ ആണ്. 3 facts. ഓക്കെ, ക്ലിയർ? നമുക്ക് ഒന്നുകൂടെ പറയാം കേട്ടോ. ഞാൻ ഒന്ന് ജസ്റ്റും കൂടെ ഒന്ന് ഇത് മുഴുവൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, then Charles Darwin. Third person is Charles Darwin. There is the picture of Charles Darwin. ഇതാണ് ചാൾസ് ഡാർവിൻ. ഓക്കെ, നല്ല നീണ്ട താടിയൊക്കെ ഉള്ള അദ്ദേഹമാണ് ചാൾസ് ഡാർവിൻ. You heard about Darwin's theory of evolution കേട്ടിട്ടുണ്ടോ? പരിണാമ സിദ്ധാന്തം. ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിനെ കുറിച്ച് കേട്ടിട്ടില്ല അല്ലേ? തിയറി ഓഫ് ഇവല്യൂഷൻ. നോ പ്രോബ്ലം. Charles Darwin is the famous for the theory of evolution. പരിണാമ സിദ്ധാന്തത്തിനാണ് ഫേമസ് ആയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഒരു തിയറിയാണത്, പരിണാമ സിദ്ധാന്തം, തിയറി ഓഫ് എവല്യൂഷൻ. എവല്യൂഷൻ മീൻസ് പരിണാമം അല്ലെ, ചേഞ്ച്. നമുക്ക് ഓരോ പരിണാമങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ. നമ്മുടെ പൂർവികരൊക്കെ എന്താണ് ഹോമോസാപ്പിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പൂർവികരുണ്ട് അല്ലെ. നമുക്ക് മുന്നേ പണ്ട് നമ്മൾ പറയാറുണ്ടല്ലേ നമ്മുടെ പൂർവികരൊക്കെ കുരങ്ങന്മാരായിരുന്നു എന്നല്ലേ. അത് സത്യമാണല്ലേ. നമുക്ക് മുമ്പേ പിന്നെ അതിൽ നിന്ന് പരിണാമം ഉണ്ടായാണ് ഇന്ന് കാണുന്ന നമ്മളിലേക്ക് വന്നത് അല്ലേ. നമ്മൾ മനുഷ്യന്മാരായി മാറിയത് അങ്ങനെയാണ്. അപ്പോൾ പരിണാമം, ആ ഇവല്യൂഷൻ സിദ്ധാന്തം, തിയറി ഓഫ് ഇവല്യൂഷൻ, പരിണാമ സിദ്ധാന്തത്തിന്റെ പേരിലാണ് ചാൾസ് ഡാർവിൻ ഫേമസ് ആയിട്ടുള്ളത്. ഡാർവിന്റെ പരിണാമം കേട്ടിട്ടുണ്ടാവും അല്ലേ. ഡാർവിന്റെ ഇവല്യൂഷൻ തിയറി ഉണ്ട്. അത് നിങ്ങൾ വലിയ ക്ലാസ്സുകളിൽ എത്തുമ്പോൾ ഷുവർ ആയിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയുണ്ട്. ഡാർവിൻസ് തിയറി ഓഫ് എവല്യൂഷൻ. ആൻഡ് ദെൻ അദ്ദേഹം ഫേമസ് ആയിട്ടുള്ളത് തിയറി ഓഫ് ഇവല്യൂഷന്റെ പേരിലാണ്. ഹി സെഡ് ദാറ്റ് സം സ്പീഷീസ് ഹാവ് ബീൻ ഏബിൾ ടു സർവൈവ് ബിക്കോസ് ദേ അഡാപ്റ്റഡ് ദെംസെൽവ്സ് ടു ദ ചേഞ്ചിങ് സറൗണ്ടിങ്സ്. അതായത് he said that അദ്ദേഹം പറഞ്ഞു some species, ചില ജീവികൾക്ക് have been able to survive, അതിജീവിക്കാനുള്ള കഴിവുണ്ട്. ഏബിൾ എന്ന് വെച്ചാൽ എന്താണ്? കഴിവാണ്. സർവൈവ്, അതിജീവിക്കുക. ഓക്കെ, സ്പീഷീസ്, ജീവിവർഗങ്ങളെയാണ് സ്പീഷീസ് എന്ന് പറയാ അല്ലെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു some species have been able to survive, ചില ജീവിവർഗങ്ങൾക്ക് അതിജീവിക്കാനുള്ള കഴിവുണ്ട്. because, കാരണം they adapted themselves to the changing surroundings. they adapted, അവർ തന്നെ അഡാപ്റ്റ് ചെയ്തു. എങ്ങനെ? themselves അല്ലെ, അവർ തന്നെ സ്വയം അഡാപ്റ്റ് ചെയ്തു. to the changing surrounding, മാറിക്കൊണ്ടിരിക്കുന്ന ആ അന്തരീക്ഷങ്ങളിൽ നിന്ന്, ചുറ്റുപാടുകളിൽ നിന്ന് അതിജീവിക്കാനുള്ള കഴിവ് അവർ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ചാൾസ് ഡാർവിൻ. അദ്ദേഹം ഇതിനെക്കുറിച്ചൊക്കെയാണ് കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത്, പരിണാമങ്ങളെ കുറിച്ച് അല്ലെ. മനുഷ്യന്മാരുടെയും ജീവിവർഗങ്ങളുടെയും ഒക്കെ ഇവല്യൂഷനെ കുറിച്ചാണ് അദ്ദേഹം ഒരു സർവേ അല്ലെങ്കിൽ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാല് ചില ജീവിവർഗങ്ങൾക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ചുറ്റുപാടിൽ നിന്ന് അതിജീവിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്നാണ്. അതായത് നമ്മുടെ ചുറ്റുപാടിൽ എന്ത് ചേഞ്ചസ് ഉണ്ടെങ്കിലും നമ്മൾ അതിനെ സർവൈവ് ചെയ്യുന്നുണ്ടല്ലേ. നമ്മളിപ്പോ എന്ത് ചെയ്യുന്നു? കൊറോണ വന്നു, നമ്മൾ അതിനെ സർവൈവ് ചെയ്തു. ഫ്ലഡ് വന്നു, സർവൈവ് ചെയ്തു. നിപ്പ വന്നു, നമ്മൾ അതിനെ സർവൈവ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ അതൊക്കെ മെഡിക്കലി ഒക്കെ ഉള്ള നമ്മുടെ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും നമ്മൾ ഭയങ്കര തണുപ്പ് കാലാവസ്ഥ വരാറുണ്ട്, ചൂട് കാലാവസ്ഥ വരാറുണ്ട്, മഴ ഉണ്ടാകാറുണ്ട്, വെയിൽ ഉണ്ടാകാറുണ്ട് അല്ലേ. അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിജീവിക്കുന്നുണ്ട് അല്ലേ. അതിനുള്ള ഒരു കഴിവ് നമുക്ക് എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്? നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതാണ് അദ്ദേഹം പറയുന്നത്. അതായത് ജീവിവർഗം എന്ന് പറഞ്ഞാൽ അതിൽ മനുഷ്യനും പട്ടിയും പൂച്ചയും പശുവും ആടും എല്ലാം പെടുന്നതാണ് ജീവിവർഗം അല്ലേ. ഇവരൊക്കെ ജീവജാലങ്ങളാണല്ലേ. അപ്പൊ എല്ലാ ജീവജാലങ്ങൾക്കും മാറിക്കൊണ്ടിരിക്കുന്ന അറ്റ്മോസ്ഫിയറിൽ നിന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്? മാറിക്കൊണ്ടിരിക്കുന്ന ചുറ്റുപാടുകളെ അതിജീവിക്കാൻ വേണ്ടി എല്ലാ ജീവജാലങ്ങൾക്കും കഴിയുന്നുണ്ട് എന്നാണ് ഡാർവിൻ പറയുന്നത്. ഓക്കെ, ക്ലിയർ? മനസ്സിലായോ അത്? അതായത് നമ്മുടെ ചുറ്റുപാടിന് ഉണ്ടാകുന്ന ചേഞ്ചസ് നമുക്ക് അതിജീവിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇപ്പൊ നല്ല ചൂടുള്ള സമയത്ത് നമുക്ക് അതിനെ സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. എപ്പോഴും നമ്മൾ തണുപ്പ് മാത്രമാണോ ഇരിക്കാറല്ലേ? അല്ല അല്ലേ. എപ്പോഴും നമുക്ക് ചൂടും തണുപ്പും വെയിലും മഴയും മഞ്ഞും ഒക്കെ മാറി വന്നാലും നമ്മൾ അതിനെ അതിജീവിക്കുന്നുണ്ട് അല്ലേ.
ചൂട് വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ? നമ്മൾ കുറച്ചു നേരം ഫാൻ ഇടും, അല്ലെങ്കിൽ തണുത്ത വെള്ളം കുടിക്കാറുണ്ട്, അല്ലെങ്കിൽ AC ഓൺ ചെയ്തിരിക്കാറുണ്ട് അല്ലേ? ചൂട് വരുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെയെങ്കിലും അതിജീവിക്കും. അതുപോലെ തണുപ്പാണെങ്കിൽ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ അതിനെയും അതിജീവിക്കാറുണ്ട്. അപ്പൊ മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സറൗണ്ടിങ്സിനെ, നമ്മുടെ ചുറ്റുപാട് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? ഒരുപോലെയാണോ? രാവിലെ വെയിലായിരിക്കാം, ആഫ്റ്റർനൂൺ മഴയായിരിക്കാം അല്ലേ? അങ്ങനെയൊക്കെ നമ്മുടെ ചുറ്റുപാടിന് ചേഞ്ചസ് ഉണ്ടാവും. അതിനെയൊക്കെ നമുക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നാണ് ഡാർവിന്റെ കണ്ടുപിടുത്തം. അദ്ദേഹത്തിന്റെ പരിണാമ സിദ്ധാന്തം ഒക്കെ അങ്ങനെയാണ്. പരിണാമം എന്ന് വെച്ചാൽ തന്നെ എന്താണ്? ചേഞ്ച് ആണ്, എവല്യൂഷൻ ആണ്. അപ്പൊ ആ ചേഞ്ചിനെ കുറിച്ചാണ് അദ്ദേഹം കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ക്ലിയർ? നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ അതില്? മാറിക്കൊണ്ടിരിക്കുന്ന എല്ലാ ചുറ്റുപാടിനെയും അതിജീവിക്കാൻ വേണ്ടി മനുഷ്യന്മാർക്കും എല്ലാ ജീവജാലങ്ങൾക്കും പറ്റുന്നുണ്ട്. നമ്മളെ ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? ചൂട് വരുമ്പോഴോ തണുപ്പ് വരുമ്പോ എങ്ങനെ അതിനെ സർവൈവ് ചെയ്യണമെന്ന് നമ്മൾ പഠിക്കുന്നതാണോ? എങ്ങനെയാണ് നമുക്ക് സ്വയം അറിയാമല്ലേ? അത് നമ്മളെ ആരും എഴുതി പഠിപ്പിക്കുന്നതോ റെക്കോർഡിക്കലി ചെയ്യുന്നതോ ആയ കാര്യങ്ങളല്ല. അത് നമുക്കറിയാം. ചൂട് വരുമ്പോ എന്ത് ചെയ്യണം, തണുപ്പ് വരുമ്പോ എന്ത് ചെയ്യണം എന്ന് നമുക്കറിയാം. കൊച്ചു കുട്ടികളൊക്കെ ആണെങ്കിൽ തണുപ്പ് വരുമ്പോ എന്താണ്, അവരത് എങ്ങനെയെങ്കിലും അതിനെ സർവൈവ് ചെയ്യാൻ വേണ്ടി അവരുടെ ജീവിത രീതികളിൽ നിന്ന് അവരത് പഠിക്കുന്നുണ്ട്. നമ്മളെ ആരും എഴുതി പഠിപ്പിക്കുന്ന കാര്യങ്ങളല്ല അതല്ലേ? അതാണ് പറയുന്നത്. നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് അതിജീവിക്കാൻ വേണ്ടി നമ്മൾ തന്നെ പഠിക്കുന്നുണ്ട് എന്നാണ് ഡാർവിൻ പറയുന്നത്. അദ്ദേഹം ബോൺ ഓൺ 1809, 1809 അദ്ദേഹം ജനിച്ചത്. 1809 നോട്ട് ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിന്റെ സൈഡിലോ മറ്റോ പെൻസിൽ കൊണ്ടോ പേന കൊണ്ടോ ചാൾസ് ഡാർവിൻ എന്നുള്ളടുത്ത് 1809 ആൻഡ് 1882. നിങ്ങൾക്ക് വർഷം ഇപ്പോ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ എക്സാമിന് തീർച്ചയായിട്ടും ഇയർ ചിലപ്പോൾ ചോദിക്കാം. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്താണ് ഇയർ തന്നിട്ടില്ല അല്ലെ? അഡീഷണൽ ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അഡീഷണലി നിങ്ങൾക്ക് അത് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ എക്സാമിന് അത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ? 1809 ആൻഡ് 1882 ചാൾസ് ഡാർവിൻ. ഓക്കെ, Charles Darwin. Okay. Charles Darwin is famous for the theory of evolution. He said that some species have been able to survive because they adapted themselves to the changing surroundings. അതായത് മാറിക്കൊണ്ടിരിക്കുന്ന ചുറ്റുപാടുകളെ അതിജീവിക്കാനുള്ള ഒരു കഴിവ് എല്ലാ ജീവിവർഗങ്ങളും അവരുടെ ചുറ്റുപാടിൽ നിന്ന് സ്വയം നേടിയെടുക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, ക്ലിയർ? നമ്മുടെ ടൈം ഏകദേശം കഴിയാൻ പോവാണ്. ഞാൻ ലാസ്റ്റ് വൺ ജസ്റ്റ് ഒന്ന് പറയാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് നന്നായിട്ട് അത് ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അലക്സാണ്ടർ ഫ്ലെമിംഗ്. എഴുതി വെച്ചോളൂ. 1881 ജനിച്ചത്. 1881 ആൻഡ് ഡൈഡ് ഓൺ 1995. ഓക്കെ, അലക്സാണ്ടർ ഫ്ലെമിംഗ്. ചാൾസ് ഡാർവിൻ്റെത് 1809 1882 ആൻഡ് Alexander Fleming 1881 and 1995. Clear? Sir Alexander Fleming discovered penicillin. അതായത് പെനിസിലിൻ കണ്ടുപിടിച്ചു. പെനിസിലിൻ ഈസ് എ ആന്റിബയോട്ടിക്. അതെന്താണ്? ഒരു മരുന്നാണ് അല്ലേ? ഒരു മെഡിസിൻ ആണ് പെനിസിലിൻ. അപ്പോൾ അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് പെനിസിലിൻ കണ്ടുപിടിച്ചത്. ഹു ഈസ് ഡിസ്കവേർഡ് പെനിസിലിൻ ചോദിക്കാം. അലക്സാണ്ടർ ഫ്ലെമിംഗ്. It is used to treat many diseases. നമ്മുടെ ഒരുപാട് അസുഖങ്ങൾക്ക് നമുക്ക് കേട്ടിട്ടുണ്ടാവും അല്ലെ? നമ്മുടെ ഹോസ്പിറ്റലിൽ പോയാൽ ഡോക്ടർ എന്താ പറയാ? ഒരു ആന്റിബയോട്ടിക് എഴുതിയിട്ടുണ്ട് എന്ന് പറയാം അല്ലെ? ആന്റിബയോട്ടിക് എന്താണ്? അസുഖങ്ങളിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന സാധനങ്ങളാണ് അല്ലെ ആന്റിബയോട്ടിക്. അപ്പോ he was awarded the Nobel Prize for Medicine in 1945. അതായത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് പെനിസിലിൻ എന്ന് പറയുന്ന ഒരു മരുന്ന് കണ്ടുപിടിച്ചു. അങ്ങനെ ഒരു മരുന്നുണ്ട് പെനിസിലിൻ. അത് എന്താണ്? ഒരു ആന്റിബയോട്ടിക് ആണ്. അതായത് ഒരുപാട് അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മരുന്നാണത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ട്രീറ്റ് മെനി ഡിസീസസ്. ഒരുപാട് അസുഖങ്ങൾക്ക് വേണ്ടി ട്രീറ്റ് ചെയ്യുന്ന ഒരു മരുന്നാണ് പെനിസിലിൻ. അത് കണ്ടുപിടിച്ചത് ആരാണ്? അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. അലക്സാണ്ടർ ഫ്ലെമിംഗ്. ആൻഡ് he was awarded the Nobel Prize. നോബൽ അദ്ദേഹത്തിന് 1945 മെഡിസിനിൽ നോബൽ പ്രൈസും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് ഒന്നുകൂടെ പറയാം. പക്ഷെ എന്നാലും നിങ്ങൾ നന്നായിട്ടൊന്ന് വായിച്ചിട്ട് വരണം. ഓക്കെ, എന്നാലേ ഡൗട്ട് ഇല്ലാതിരിക്കുള്ളൂ.
ലാസ്റ്റ് വൺ അതാണ് പറഞ്ഞത്, പെനിസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. ഒരുപാട് രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് പെനിസിലിൻ. ഓക്കെ, ദെൻ അതിനു മുമ്പ് ചാൾസ് ഡാർവിന്റെ തിയറി ഓഫ് ഇവല്യൂഷൻ. അദ്ദേഹം പറഞ്ഞത് ജീവജാലങ്ങൾക്ക് പിന്നെ മാറുന്ന സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള ഒരു കഴിവ് അവർ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ലൂയിസ് പാസ്റ്റർ ആണ് പാസ്ചറൈസേഷൻ കണ്ടുപിടിച്ചത്. റാബിസ് പേവിഷത്തിനുള്ള മരുന്നും വാക്സിനും ഒക്കെ കണ്ടുപിടിച്ചത് ചാൾസ് ഡാർവിൻ ആണ്. പിന്നെ തോമസ് ആൽവ എഡിസൺ, അദ്ദേഹം 1000-ലധികം കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള കണ്ടുപിടുത്തമാണ് എന്താണ്? ഗ്രാമഫോണും ഇലക്ട്രിക് ലൈറ്റ് ബൾബും. ക്ലിയർ? നന്നായിട്ട് ഒരു 2-3 തവണ വായിക്കണം. അതും വായിക്കണം, ആൻ അമേസിംഗ് മെഷീനും വായിക്കണം. മിസ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഓക്കെ, എന്നാൽ നമുക്ക് നെക്സ്റ്റ് ഫ്രൈഡേ കാണാം. അപ്പോഴേക്കും നന്നായിട്ടൊന്ന് വായിച്ചു നോക്കിയിട്ട് വരണം. ഇത് രണ്ടുമാണ് കുറച്ചധികം ഉള്ളത്, ബാക്കിയൊക്കെ അത്ര സിമ്പിൾ ആണ്. ഓക്കെ, ഇതിലാണ് കുറച്ച് നല്ല ഫാക്ട് പഠിക്കാൻ വേണ്ടി ഉള്ളത്. ഓക്കെ, നമ്മുടെ ടൈം കഴിഞ്ഞു. ഓൺലി 1 minute ഈസ് റിമൈനിങ്. ഓക്കെ, ബൈ. ഓക്കെ, സ്റ്റഡി വെൽ, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ബൈ.